സുഹൃത്തുക്കളെ, എനിക്കെതിരെ ക്രിസ്ത്യാനികൾ കേസ് കൊടുത്തപ്പോൾ ഞാനതൊരു എസൻസ് ക്രിസംഗിയോട് പോയിട്ട് പറഞ്ഞു. എന്തിനാണ് ക്രിസംഗി എന്ന് വിളിക്കുന്നതിനുള്ള തെളിവ് ഞാൻ തരാം. ഇത് ഷിഹാബുദ്ദീൻ മേത്തറിൻ്റെ ഇതിൽ പോസ്റ്റിലാണ്. അപ്പോൾ ഞാനതിൽ ടോമി എൻ്റെ ഫ്രണ്ടല്ല. ക്രിസ്ത്യാനികൾ കൊടുത്ത കേസിൽ അകത്തായാൽ എസൻസുകാർ അറിയാതിരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കമൻറ്റ് ടോമി സെബാസ്റ്റ്യൻ ഇട്ടു. എനിക്കെതിരെ ക്രിസ്ത്യാനികൾ 2 കേസ് കൊടുത്തിട്ടുണ്ട്. വരുന്ന 10-ാം തീയതി ഹാജരാകാൻ സമ്മൻസ് വന്നിട്ടുണ്ട്. മിനിമം ഒരാഴ്ച അകത്ത് കിടക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുമ്പ് ഹിന്ദുക്കൾ 2 കേസ് കൊടുത്തിട്ടുണ്ട്. 4 ദിവസം ജയിലിലായിരുന്നു. അത് എസൻസ് അറിഞ്ഞില്ല. മുസ്ലിങ്ങളുടെ ജയിലും കേസും മാത്രമാണ് പ്രശ്നമെങ്കിൽ ഒന്നും പറയാനില്ല, ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അതിനെതിരെ ടോണി ഇട്ട കമൻ്റാണ് എനിക്ക് ഇഷ്ടമായത്. ഞാൻ ഒരുപാട് മതവിമർശനം നടത്തിയിട്ടുണ്ട്. ആരും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. രവിചന്ദ്രൻ സി, ഇ എ ജബ്ബാർ മാഷ്, ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി, ജെയിംസ് കൂരിക്കാട്ടിൽ, പ്രസാദ് വേങ്ങര ഇവരൊക്കെ യാതൊരു മയവുമില്ലാതെ മതവിമർശനം നടത്തുന്നവരാണ്. ഇവർക്കാർക്കും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. ഇനി വരില്ല എന്ന് പറയാനും പറ്റില്ല. അങ്ങനെയാണ് സമൂഹത്തിൻ്റെ പോക്ക്. വിമർശനം എന്ന പേരിൽ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും. പ്ലീസ് കൺട്രോൾ യുവർ ടങ് എന്നാണ് ടോമി സെബാസ്റ്റ്യൻ മറുപടി പറഞ്ഞത്. അപ്പം ഞാൻ കമൻ്റ് ഇട്ടു, മുസ്ലിങ്ങൾ അകത്താക്കിയപ്പോൾ വായ കൺട്രോൾ ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ജോസഫ് മാഷിനോടും ഇത് പറഞ്ഞുകൂടെ? ക്രിസ്ത്യാനികൾ കേസ് കൊടുത്തപ്പോൾ മാത്രമാണോ വായ നിയന്ത്രിക്കാൻ പറയുന്നത്? എൻ്റെ ചോദ്യം ന്യായമല്ലേ എന്ന് ഇത് കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ശരി.